ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. സുമല എന്നാണ് ഈ സിനിമയുടെ പേര്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ഈ സിനിമയുടെ പ്രത്യേകത ഇതിലൊരു പ്രേതമുണ്ട് എന്നുള്ളതാണ്. ഇന്തോനേഷ്യൻ ഹൊറർ സിനിമകളുടെ പ്രണയിതാക്കൾക്ക് ഞാൻ ഈ പടം സമർപ്പിക്കുന്നു. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ വർഷം 1976. ഇന്തോനേഷ്യയിലെ പസാങ് ഗ്രാമം നല്ല തിരക്കുള്ള ഗ്രാമമാണ്. അവിടെ ഒരു വീട്ടിൽ കുറച്ച് കുട്ടികൾ വാഴച്ചകരി കൊണ്ട് പന്തുണ്ടാക്കി കളിക്കാൻ പോവാ. പണ്ടൊക്കെ പന്ത് വാങ്ങാൻ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഓലപ്പന്തുണ്ടാക്കില്ലേ, അതുപോലെ പിള്ളേർ വാഴത്തോലുകൊണ്ട് ഒരു ഫുട്ബോൾ പന്തുണ്ടാക്കി. എന്നിട്ട് ഇവർ പാടത്ത് കളിച്ച് സന്ധ്യയായി. ചില കുട്ടികൾ സന്ധ്യയായി വീട്ടിൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് കളിക്കളത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകും. എന്നാൽ 2 കുട്ടികൾ പോകാൻ തയ്യാറില്ല. ചില വെടക്ക പിള്ളേര് സന്ധ്യ ആയാലും കളിച്ചുകൊണ്ടിരിക്കുമല്ലോ. സന്ധ്യയ്ക്കാണ് ശരിക്കും കളി ചൂട് പിടിക്കുക. അപ്പൊ കളി നിർത്തുക പറഞ്ഞാൽ ഭയങ്കര വിഷമം. ഈ 2 പിള്ളേര് കളി നിർത്തുന്നില്ല. അവർ വീണ്ടും കളിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുത്തം പന്ത് ആഞ്ഞടിക്കുമ്പോൾ അടുത്തുള്ള ചോളക്കാടിനകത്തേക്ക് ഈ പന്ത് തെറിച്ചു പോകും. പിള്ളേര് അത് തപ്പി ഇറങ്ങുക ആ ചോളക്കാടിനകത്തേക്ക്. സൂര്യൻ അസ്തമിച്ചു, ഇരുട്ട് വീണു തുടങ്ങി. ഇനിയും പന്ത് കണ്ടു കിട്ടിയില്ല. അപ്പോഴാണ് ഈ ചോളക്കാടിനകത്ത് ചെളിയൊക്കെ പുരണ്ട അവസ്ഥയിൽ ഒരു പെൺകുട്ടി ഈ പന്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. എടി പെണ്ണേ, അത് ഞങ്ങളുടെ പന്താ, തിരിച്ചു തായോന്ന് ചോദിച്ചിട്ട് ഈ 2 പിള്ളേരും ആ പെൺകുട്ടിക്ക് പുറകെ ചെല്ലും. അവള് കാടിനകത്തേക്ക് ഓടിപ്പോവും. അപ്പൊ ഇതിലെ വലിയ ചെറുക്കൻ ആ പെൺകുട്ടിയുടെ പുറകെ വേഗത്തിൽ ഓടിപ്പോവുക. ചെറിയ പയ്യൻ പുറകെ ഓടി വന്ന് നോക്കുമ്പണ്ട് ഒരു മരത്തിനടിയിൽ വെച്ച് ആ പെൺകുട്ടി വലിയ പയ്യന്റെ തലയ്ക്ക് കല്ലുകൊണ്ടടിച്ച് അവനെ കൊന്നുകൊണ്ടിരിക്കുക. അവളുടെ രൂപം കണ്ടാൽ തന്നെ പേടിയാവും. ഒരു കുട്ടി സൈത്താന്റെ രൂപം. ഈ ചെറുക്കൻ പൊടിച്ചക്കൻ അത് കണ്ട് പേടിച്ചോടുക. വീട്ടിലേക്ക് ഓടിച്ചെന്ന് അച്ഛനോട് പറയും, അപ്പാ അബ്ദി ഒരു കുട്ടി ആക്രമിച്ചു, അവൻ കാടിനകത്താവുള്ളേ, അവന് പരിക്ക് പറ്റിയിട്ടുണ്ട്, ഞാൻ പേടിച്ചോടി വന്നു എന്നവൻ പറയും. ഈ ചെറുക്കന്റെ അച്ഛൻ നാട്ടുകാരെ എല്ലാം വിളിച്ച് കാടിനകത്ത് ചെന്ന് പരിശോധിക്കുന്നു. അപ്പൊ പയ്യനെ തല്ലിയ ഭാഗത്ത് ചെറുക്കന്റെ ബോഡി കാണുന്നില്ല. ഇവര് വീണ്ടും അന്വേഷിക്കുമ്പോൾ അടുത്തുള്ള തോട്ടിൽ അവൻ തലയ്ക്കടിയേറ്റ് മരണപ്പെട്ട് കിടക്കുന്ന കാണാം. ആ പയ്യന്റെ അച്ഛൻ വാവിട്ട് കരയാണ്. പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിൽ വലിയ പ്രശ്നം. മരിച്ചുപോയ പയ്യന്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ചെറുക്കനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അവനാണ് എന്റെ മോനെ കൊന്നത്, എന്നിട്ട് ഏതോ പെണ്ണാണെന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. ഞങ്ങളത് സമ്മതിക്കില്ല, എന്റെ മകനെ തന്റെ മകൻ തന്നെയാണ് ആക്രമിച്ചത്. അപ്പൊ ആ ചെറുക്കന്റെ അച്ഛൻ പറയാണ്, ഇല്ല, അവനൊരു പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്, ആ പെൺകുട്ടി ആരാണെന്ന് അന്വേഷിക്കൂ. അപ്പൊ മരിച്ച ചെറുക്കന്റെ അച്ഛൻ പറയും, ഇന്നലെ ഒരു കുട്ടിയും വൈകുന്നേരം പുറത്തു പോയിട്ടില്ല. നാട്ടിലെ എല്ലാവരുടെ കുട്ടികളും അവരവരെ വീട്ടിൽ തന്നെയായിരുന്നു. വൈകിട്ട് കാട്ടിലേക്ക് പോയത് നിന്റെ മകൻ മാത്രമാണ്, നിന്റെ മകനാണ് കൊലയാളി. ആ പയ്യൻ കരഞ്ഞു പറയാ, ഞാനല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, അതാ പെൺകുട്ടിയാണെന്ന്. അപ്പൊ തിരക്കിനിടയിൽ നിന്നും ഒരു കണ്ണ് മാത്രമുള്ള ഒരു സബുദോ മുന്നോട്ട് വരും. അദ്ദേഹം പറയും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഈ കൊല ചെയ്തത് ഒരു പെൺകുട്ടിയാണെന്ന് എനിക്കറിയാം, അത് സുമലയാണ്. ഗ്രാമവാസികൾ ഞെട്ടും. സുമലയോ? അതാരാണ്? ആരെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? സുമല സാത്താന്റെ സന്തതിയാണ്. 29 വർഷങ്ങൾക്ക് മുന്നെയാണ് അവൾ ഈ മണ്ണി പറക്കുന്നത്. അവിടെ നിന്ന് കട്ട് ചെയ്താൽ 1947 കാണിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം. അന്ന് ഈ പസങ്ക ഗ്രാമത്തിൽ വലിയൊരു നാട്ടുപ്രമാണി ഉണ്ടായിരുന്നു. വലിയ വീടാണ് അയാളുടെ, കുറേ അധികം പറമ്പുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്തേക്ക് ഇപ്പം അയാളുടെ അമ്മാവൻ വന്നിട്ടുണ്ട്. പുതിയ ഫാക്ടറി പണിയാൻ വേണ്ടിയിട്ട് ഈ പ്രമാണിയുടെ കുറേയധികം സ്ഥലങ്ങൾ, സ്വത്തുവകകൾ കൊടുക്കണമെന്ന് അമ്മാവൻ പറയും. എന്നാൽ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കാൻ ഈ പ്രമാണി തയ്യാറല്ല. അത് അമ്മാവനും കൂടെ അർഹതപ്പെട്ട സ്ഥലങ്ങളാ. എന്നാൽ അതിലൊരു തരി പോലും വിട്ടുകൊടുക്കാൻ ഇയാൾ തയ്യാറല്ല. നമ്മുടെ പ്രമാണിക്കൊരു ഭാര്യയുണ്ട്. 11 വർഷമായി അവർ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട്. ഇന്ന് വരെ കുഞ്ഞില്ല. ഭാര്യ അമ്മാവന് ചായ കൊടുത്തിട്ട് പോകുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോൾ ഈ അമ്മാവൻ, നിന്റെ ഭാര്യയിൽ 11 വർഷങ്ങളായി നിനക്ക് കുഞ്ഞുങ്ങളില്ല, നിന്റെ സ്വത്തിന് അവകാശികളായിട്ട് ഒരു പിന്തുടർച്ചക്കാരനില്ല, പിന്നെന്തിനാണ് നീ ഇങ്ങനെ വാശി പിടിക്കുന്നത്? നീ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് എന്തായാലും എന്റെ കയ്യിലേക്കാണ് വരാൻ പോകുന്നത്. അവകാശികളില്ലാത്ത നീ ഇനി വാശി പിടിക്കേണ്ട, നിന്നെ കുഴി കൊണ്ടുപോയി ഇടാൻ പോലും ഞങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞ് അമ്മാവൻ ഈ പ്രമാണി അപമാനിച്ചിട്ട് ഇറങ്ങിപ്പോ. ഈ അപമാനങ്ങളെല്ലാം നമ്മുടെ ഭാര്യ കേൾക്കുന്നുണ്ട്. അവരത് കഴിഞ്ഞിട്ട് ഭർത്താവിനോട് പറയാണ്, കുറച്ചുകൂടെ സമയം തരൂ, ഞാനൊരു ഡോക്ടറെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഉറപ്പായിട്ടും ഞാനൊരു സന്തതിയെ തരും, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറയും. എന്നാൽ ഭർത്താവ് അത് കേൾക്കാൻ തയ്യാറില്ല. നിനക്ക് എത്രയോ സമയം ഞാൻ തന്നു, ഇതുവരെ ഒരു കുഞ്ഞിനെ നീ എനിക്ക് തന്നിട്ടില്ല. ഇനിയും നീ കാരണം എന്റെ സ്വത്തുക്കളെല്ലാം ഞാൻ നഷ്ടപ്പെടുത്താൻ തയ്യാറില്ല. ഇനിയും 1 വർഷത്തിൽ നീ എനിക്കൊരു കുഞ്ഞിനെ തന്നില്ലെങ്കിൽ അടുത്ത വർഷം ഞാൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഭർത്താവ് അവിടുന്ന് മാറിപ്പോവും. ഇങ്ങേർക്ക് കാലിന് ചെറിയൊരു മുടന്തുണ്ട്. എന്നാൽ നാട്ടുകാർക്കത് കാര്യമായിട്ട് അറിയില്ല. ഈ സമയത്ത് ഭാര്യ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയാത്തതുകൊണ്ട് വിഷമിച്ചിരിക്കുക. കുഞ്ഞിനെ പെറ്റു കൊടുത്തില്ലെങ്കിൽ ഭർത്താവ് തന്നെ ഒഴിവാക്കുകയും ചെയ്യും. അങ്ങനെ ആ വിഷമത്തിൽ അവരിയ്ക്കുമ്പോൾ 2 ജോലിക്കാർ തമ്മിൽ സംസാരിക്കുന്ന കേൾക്കും.
അതിലെ ഒരു ജോലിക്കാരന് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ മറ്റേ ജോലിക്കാരൻ അമ്മൂമ്മയെ ചെന്ന് കണ്ടാൽ മതി, അവര് മന്ത്രവാദം ചെയ്ത് നിന്റെ ഭാര്യയെ ഗർഭിണിയാക്കിക്കോളും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരതിശക്തിയാണ്, ഉറപ്പായിട്ടും നിനക്ക് കുഞ്ഞിനെ തരുമെന്ന് പറയും. ഇത് മറിഞ്ഞിരുന്ന് കേട്ട നമ്മുടെ പ്രമാണി ചേച്ചി പിറ്റേന്ന് തന്നെ അടുത്ത ഗ്രാമത്തിലുള്ള ടുക്കിന അമ്മൂമ്മയെ കാണാൻ പോവാണ്. ഒരു നദി കഴിഞ്ഞിട്ട് വേണം ഈ അമ്മൂമ്മയുടെ വീട്ടിൽ പോകാൻ. നദി ഇവരെ കടത്തി കൊണ്ടുപോകാൻ അവിടെ ഒരു കടത്തുവഞ്ചിക്കാരനുണ്ടാവും. അയാളെ കാണാൻ തന്നെ ഒരു ചെയ്ത്താൻ കൂടിയ പോലെ ഉണ്ട്. പുള്ളി മെല്ലിയ തിരിയുള്ളൂ. വാട്ട്, ഞങ്ങൾക്ക് ഈ പുഴ മുറിച്ച് കിടക്കണം, ടുക്കിന അമ്മായിയുടെ അടുത്ത് പോകണം. അയാൾ ആഗ്യം കാണിക്കും വന്നിരിക്കാൻ. ഇവരങ്ങനെ വഞ്ചി കയറിയിരുന്ന് അപ്പുറത്തെ കടവിലെ ടുക്കിന അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അമ്മൂമ്മ പ്രമാണി ചേച്ചിയെ വിളിച്ചിരുത്തിയിട്ട്, ഞാൻ മറ്റു മന്ത്രവാദികളെ പോലെയല്ല, എന്റെ ശക്തി വ്യത്യസ്തമാണ്. നിനക്കൊരു കുഞ്ഞിനെ വേണമെങ്കിൽ ചില ആചാരങ്ങൾ ചെയ്യണം, അതെന്റെ യജമാനനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രമാണി ചേച്ചി ചോദിക്കും, നിങ്ങളുടെ യജമാനൻ ആരാണെന്ന്. എന്റെ യജമാനൻ സാത്താനാണ്. സാത്താനോടൊരു ഉടമ്പടി എടുത്താൽ മാത്രമേ നിനക്ക് കുഞ്ഞുങ്ങളുണ്ടാവൂ. അതിന് സമ്മതമാണെങ്കിൽ ഞാൻ ചെയ്യാം. നിനക്കൊന്നല്ല 2 കുട്ടികളുണ്ടാകും. സമ്മതമല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. നമ്മുടെ പണക്കാരി ചേച്ചി വലിയ നിരാശയിലാണ്. അവർ ഈ 10-11 വർഷമായി ഗർഭിണിയാവാൻ പല മാർഗങ്ങൾ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല. ഇനി ഭർത്താവ് ഒഴിവാക്കുന്നതിലും നല്ലത് സാത്താനുമായിട്ട് ഒരു ഉടമ്പടി നടത്തി കുഞ്ഞിനുണ്ടാക്കുന്നതല്ലേ. സോ അവര് സമ്മതിക്കും. എനിക്ക് സമ്മതമാണ്, കുഞ്ഞിനെ കിട്ടിയാൽ മതി എന്ന് പറയും. അപ്പൊ ടുക്കിന അമ്മായി, എന്നാൽ ഞാൻ പറയുന്നത് കേട്ടോളൂ. നിനക്ക് 2 കുട്ടികൾ, ഒരേ സമയം 2 കുട്ടികൾ ജനിക്കും. ഒന്ന് ഭംഗിയുള്ളതും കാണാൻ വൃത്തിയുള്ളതും മനുഷ്യരൂപത്തിലും ആയിരിക്കും, മറ്റേത് വൃത്തിഹീനവും സാത്താന്റെ രൂപത്തിലുമായിരിക്കും. നീയും നിന്റെ ഭർത്താവും ചേർന്ന് 2 കുട്ടികളെയും 10 വയസ്സ് വരെ എല്ലാ സുഖവും സൗകര്യങ്ങളും കൊടുത്ത് വളർത്തണം. 10ാം വയസ്സിൽ സാത്താന്റെ കുഞ്ഞിനെ സാത്താൻ വന്ന് കൊണ്ടുപോയിക്കോളും. മറ്റേ കുഞ്ഞുമായിട്ട് പിന്നീടുള്ള കാലം നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാം. ഈ ഉടമ്പടിയിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ പിന്നെ നിന്റെ കുടുംബം അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. മനസ്സിലായോ? പ്രമാണിയമ്മ പറയും, മനസ്സിലായി, ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്തോളാം. അപ്പൊ ടുക്കിനാമ്മായി എന്നാ കിടന്നോന്ന് പറഞ്ഞ് അവരെ കിടത്തിയിട്ട് അളിഞ്ഞ കുറെ ഇറച്ചിയൊക്കെ എടുത്ത് കീറി അതൊക്കെ ഒരു പാത്രത്തിലിട്ട് പെരിച്ചാഴിന്റെ രക്തം ഒഴിച്ച് പൂജിച്ചിട്ട് ഈ പണക്കാരി ചേച്ചിയെ കൊണ്ട് ആ കൂൾ ഡ്രിങ്ക്സ് കുടിപ്പിക്കും. അവരത് കുടിച്ചു കഴിഞ്ഞ ഉടനെ സ്ട്രോക്ക് ഏർപ്പെട്ടതുപോലെ കിടന്ന് പെടയാണ്. കണ്ണെല്ലാം മോളി പോയി, ബോധമൊന്നുമില്ല. ഒരു വില്ല് പോലെ അവർ വളഞ്ഞു നിൽക്കുമ്പോൾ മന്ത്രവാദി അമ്മ ഈ ചേച്ചിയുടെ വയറിൽ എന്തോ പൂജ ചെയ്യുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ പ്രമാണി ചേച്ചിക്ക് ബോധം വരും. അമ്മായി പ്രമാണി ചേച്ചിയോട് പറയും, ഇനി 2 മാസത്തിൽ നീ ഗർഭിണിയാവും, പേടിക്കണ്ട, പൊയ്ക്കോളൂ. അങ്ങനെ തിരിച്ചു വന്ന നമ്മുടെ പ്രമാണി ചേച്ചി 2 മാസത്തിൽ ഗർഭിണിയാവാണ്. അവളുടെ വയറ്റിൽ 2 ഇരട്ടക്കുട്ടികളാണെന്ന് പരിശോധിച്ച വൈദ്യ അമ്മച്ചി കണ്ടുപിടിക്കും. ഭർത്താവിന് ഒരുപാട് സന്തോഷമായി. ടുക്കിന അമ്മായിയെ കണ്ടതുകൊണ്ടാണ് ഞാൻ ഗർഭിണിയായതെന്ന് ഭാര്യ പറയുന്നുണ്ട്. എന്നാൽ സാത്താന്റെ ഉടമ്പടിയെക്കുറിച്ച് ഭാര്യ പറയുന്നില്ല. ഭർത്താവിന് ഒരുപാട് സന്തോഷമായി. നമ്മുടെ മക്കൾക്ക് എന്ത് പേരാണ് കൊടുക്കുക, ആണാണോ പെണ്ണാണോ എന്നയാൾ ചോദിക്കുന്നുണ്ട്. ഭാര്യ പറയും, പെൺകുട്ടികളാണ്. എന്നാൽ ഒരാൾക്ക് കുമാല എന്ന് പേര് കൊടുക്കാം, മറ്റേ പെൺകുട്ടിക്ക് എന്ത് പേര് കൊടുക്കണം? ഭാര്യ പറയും, മറ്റേ പെൺകുട്ടിക്ക് സുമാല എന്ന് പേര് കൊടുക്കാം. ഭർത്താവ് ഉടനെ ജോലിക്കാരനെ വിളിച്ചിട്ട് പറയും, ഈ നാട്ടുകാരോടെല്ലാം വിളിച്ചു പറഞ്ഞോളൂ, എന്റെ ഭാര്യ ഗർഭിണിയാണ്, എനിക്കൊരു പിൻഗാമി ഉണ്ടായിരിക്കുന്നു, എനിക്കൊരു അവകാശം ഉണ്ടായിരിക്കുന്നു, അതെല്ലാവരോടും പറഞ്ഞോളൂ. അങ്ങനെ പ്രമാണിയൊക്കെ ഗർഭിണിയായത് നാട്ടിൽ മൊത്തം അറിയപ്പെടുന്നു. അവർക്കൊരു വളകാപ്പ് നടത്തുന്നുണ്ട് കെട്ടിയോൻ. അത് കഴിഞ്ഞ് പ്രസവ ദിവസമായി. ഭാര്യ എത്ര കഷ്ടപ്പെട്ടിട്ടും അവൾക്ക് പ്രസവിക്കാൻ കഴിയുന്നില്ല, പാടുപെടുകയാണ്. അങ്ങനെ വേദനിച്ച് കിടക്കുമ്പോൾ ഇവൾക്ക് മാത്രം സാത്താൻ കുഞ്ഞിനു വേണ്ടി തന്റെ വീട്ടിൽ കാത്തിരിക്കുന്നത് കാണാം. അവളൊരു സെക്കൻഡ് ഞെട്ടിപ്പോകും. അടുത്ത നിമിഷം ആ രൂപം മറഞ്ഞു പോകുന്നു. പ്രമാണിയൊക്കെ പ്രസവിക്കുന്നു. എന്നാൽ ആദ്യം പ്രസവിച്ച കുഞ്ഞിന് അനക്കമില്ല, അതൊരു ചാവ് പിള്ളയായിരുന്നു. ജോലിക്കാർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അവരെന്തായാലും ആ കുഞ്ഞിനെ മാറ്റിവെച്ചിട്ട് അടുത്ത പ്രസവം നോക്കുന്നു. ഇപ്രാവശ്യം 2ാമത് പ്രസവിച്ച കുഞ്ഞിനെ കണ്ടിട്ട് പ്രസവമെടുത്ത വയറ്റാട്ടി പേടിച്ചരണ്ട് നിപ്പുണ്ട്. അപ്പോഴാണ് ഭർത്താവ് വരുന്നത്. ഭർത്താവിനെ ഇവർ ആദ്യ പിള്ളയെ കാണിച്ചു കൊടുക്കുന്നു. ആദ്യ പിള്ളയ്ക്ക് അനക്കമില്ല, അത് മരിച്ചു കിടക്കുക. ഭർത്താവ് അതിനെ കണ്ട് വിഷമിച്ചിട്ട് 2ാമത്തെ കൊച്ചിനെ നോക്കുമ്പോൾ അതിന്റെ മുഖവും രൂപവും വികൃതമാണ്. ഇതെന്താണ്, ഇതിനെന്ത് സംഭവിച്ചു എന്ന് അവർ വയറ്റാട്ടിയോട് ചോദിക്കും. അപ്പൊ ആ ചേച്ചി പറയും, കുഞ്ഞിന്റെ രൂപത്തിന് ഛേദം സംഭവിച്ചിരിക്കുക, ഇതിങ്ങനെ വളരുള്ളൂ എന്ന്. അതിന്റെ രൂപം കാണുമ്പോൾ തന്നെ പ്രമാണിക്ക് അറപ്പും വെറുപ്പും പേടിയും തോന്നുന്നുണ്ട്. അയാൾക്ക് ആ കുഞ്ഞിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യം വന്ന പ്രമാണൻ അയാളുടെ കത്തികളിൽ ഒരെണ്ണം കൊണ്ടുവന്നിട്ട് ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ ആ കുഞ്ഞിനെ നെഞ്ചിൽ കത്തി കയറ്റി കൊന്നുകളയും. ഭാര്യ അരുത് അരുത് എന്ന് പറയുന്നുണ്ട്, എന്നാലും അയാൾ കേൾക്കില്ല. ഈ കുഞ്ഞ് മരിച്ചു കഴിയുമ്പോൾ മറ്റേ കുഞ്ഞ്, ചാവുപിള്ളയായിട്ട് ജനിച്ച കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു. അതിന് ജീവൻ ഉണ്ടായിരുന്നു, കരയാൻ കുറച്ച് വൈകിയെന്നേ ഉള്ളൂ. ആളെ പറ്റിക്കാനായിട്ട്. നേരത്തെ കരഞ്ഞിരുന്ന ഇത്രയും പ്രശ്നമല്ല. ഇപ്പം എന്തായാലും ഒരു കുഞ്ഞിനെ ജീവനോടെ പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കുഞ്ഞിനെ കിട്ടിയ സന്തോഷത്തിൽ പ്രമാണൻ ഓടി വന്ന് തന്റെ ജോലിക്കാരനോട് പറയും, ഗ്രാമവാസികളെല്ലാം വിളിച്ചറിയിക്കി, എനിക്കൊരു മോള് പിറന്നെന്ന്. ആരോഗ്യവതിയായ മോള്.
ഇയാൾക്ക് നാട്ടുകാരുടെ അഭിപ്രായം വലിയ കാര്യം തോന്നുന്നുണ്ട്. നാട്ടു പ്രമാണിയല്ലേ, അതുകൊണ്ട് നാട്ടിലെ പേരും പെരുമയും ഇയാൾക്ക് വലിയ കാര്യമാണ്. നാട്ടുകാർ തന്നെ കുറ്റം പറയാൻ പാടില്ല, എല്ലാത്തിലും ഉയർന്നവനാണെന്ന് വിചാരിക്കണം. അതുകൊണ്ടാണ് തനിക്കൊരു മുടന്തുള്ള കാര്യം പോലും നാട്ടുകാരെ കാണിക്കാതെ ഇയാൾ നടക്കുന്നത്. ഇപ്പൊ പ്രമാണി അക്ക വിഷമത്തിലായി. ഉടമ്പടിയിൽ ഛേദം സംഭവിച്ചല്ലോ. ഒരു കുഞ്ഞിനെ ജീവനോടെ കിട്ടി, എങ്കിലും ഒരു കുഞ്ഞിനെ ഭർത്താവ് കൊന്നുകളഞ്ഞു. ഇനി എന്താ സംഭവിക്കാൻ പോണേന്ന് അവർക്കറിയില്ല. എന്തായാലും കുറച്ചു നാളുകൾ വളരെ ശാന്തമായി കടന്നു പോകുന്നു. കുഞ്ഞിനിപ്പോ 3 വയസ്സായി. എന്നാൽ കുഞ്ഞിന് നേരെ ചൊവ്വെ നടക്കാൻ കഴിയുന്നില്ല, നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ തന്നെ നാട്ടുകാർ ചില കമന്റുകളൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞിന്റെ അച്ഛന് ശേഷി കുറവാണ്, അതുകൊണ്ടാണ് കുഞ്ഞിന് ശേഷിയില്ലാത്തത്. കുഞ്ഞിന്റെ അച്ഛന് ചെറുപ്പത്തിൽ മുടന്തുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുഞ്ഞിന് മുടന്തുള്ളത്. കുടുംബത്തിൽ എന്തെങ്കിലും പാപം ചെയ്ത് കാണും. ഇങ്ങനെ അവർക്ക് 4 പേര് കൂടി 4 തരം വർത്താനങ്ങൾ പറയുന്നുണ്ട്. ഈ നാണം കെട്ടവരുടെ അഭിപ്രായം നോക്കിയിട്ടാണോ കുഞ്ഞിനെ വളർത്തുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ അയാൾ അങ്ങനെ ചെയ്യുന്നു. ഇപ്പൊ 1952 ആയി. കുഞ്ഞ് കുറച്ചുകൂടെ വളർന്നു. അവൾ നേരെ ചൊവ്വെ സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല. ആരും പറയുന്നത് അനുസരിക്കുന്നില്ല. ഒരു കൈക്കും കാലിനും ശേഷി കുറവാണ്. കളി നിർത്തി ഭക്ഷണം ചെന്ന് കഴിക്കാൻ അമ്മ പറയുമ്പോൾ അമ്മയോട് അവൾ ദേഷ്യപ്പെട്ട് അമ്മയെ തല്ലും. ആരെങ്കിലും ഇഷ്ടമില്ലാത്തത് പറഞ്ഞാൽ ഒരു പ്രാന്തി കുട്ടിയെ പോലെ തുള്ളിച്ചാടും, തല കൊണ്ടുപോയി ഭിത്തിയിലടിക്കും. ഇതൊക്കെ കാണുമ്പോൾ അച്ഛൻ ഇവൾക്ക് പ്രാന്താണ്, അവളെ കെട്ടിയിടുന്ന് പറഞ്ഞിട്ട് ജോലിക്കാരെ കൊണ്ട് ഈ പെണ്ണിന്റെ കയ്യും കാലും കെട്ടിയിടിക്കുന്നുണ്ട്. അമ്മ ഒരുപാട് കരഞ്ഞു പറയും അരുത് അരുതെന്ന്. എന്നാൽ പ്രമാണി നാട്ടുകാർ ഈ പ്രാന്തി കൊച്ചിനെ കാണണ്ട, അവളെ കൂടുതൽ വിക്രസ് കാണിക്കുകയാണെങ്കിൽ പത്തായപ്പുരയിൽ പൂട്ടിയിടുന്ന് പറഞ്ഞ് കൊച്ചിനെ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവള് വികൃതികൾ കാണിക്കാതിരിക്കാൻ വേണ്ടി പത്തായപ്പുരയിൽ പൂട്ടിയിടുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ടും അമ്മ പ്രതികരിക്കുന്നില്ല. അവർക്ക് ഭർത്താവിനെ എതിർത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അവർ ഈ പീഡനങ്ങളെല്ലാം കണ്ടു നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പൊ വീണ്ടും 3 വർഷങ്ങൾ കഴിഞ്ഞു. കുഞ്ഞ് കുറച്ചുകൂടെ വലുതായി. ഒരു ദിവസം കുഞ്ഞിനെ വീട്ടിലെവിടെയും കാണില്ല. അച്ഛനും അമ്മയും നോക്കുമ്പോണ്ട് അവള് മാർക്കറ്റിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുക. കുഞ്ഞിന്റെ വൈകല്യങ്ങൾ നാട്ടുകാർ കാണാൻ പാടില്ല എന്ന് ഈ പ്രമാണിക്ക് നിർബന്ധമായതുകൊണ്ട് അയാൾ വീട് വിട്ട് കുഞ്ഞിനെ പുറത്തെങ്ങും കൊണ്ടുപോകില്ല. പക്ഷെ കുഞ്ഞിന് ഒരുപാട് ആഗ്രഹമാണ് പുറത്തൊക്കെ പോയി കളിക്കാൻ. അതുകൊണ്ട് അവൾ ആരും അറിയാതെ ഇപ്പൊ മാർക്കറ്റിൽ വന്ന് ഒരു മൂലയ്ക്ക് മാറിയിരുന്ന് എല്ലാം കണ്ടു രസിക്കുകയായിരിക്കും. അപ്പോഴാണ് കുറെ വികൃതി ആൺപിള്ളേര് ആ മാർക്കറ്റിൽ വെച്ച് നമ്മുടെ കുമാലയെ കാണുക. അവർക്കറിയാം ഇത് വലിയ വീട്ടിലെ പെൺകുട്ടിയാണെന്ന്. അവരിവളെ കളിക്കാൻ വേണ്ടി അടുത്ത് വിളിക്കും. എന്നിട്ട് അളിഞ്ഞ തക്കാളി മുഖത്ത് തേച്ചിട്ട് കല്ലുകൊണ്ടെറിഞ്ഞ് അവളെ ഉപദ്രവിക്കുക. കൊച്ച അടിയെല്ലാം ഏറ്റ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനും അമ്മയും ഇവളെ കാണുന്നുണ്ട്. അവളെ ഉപദ്രവിച്ചവരെ ചോദ്യം ചെയ്യാതെ ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ആ പത്തായപ്പോരയിലിട്ട് അച്ഛൻ തല്ലാണ്. നീ എന്നെ മാനം കെടുത്താൻ വേണ്ടി പുറത്തിറങ്ങി പോയോടി എന്ന് ചോദിച്ചിട്ട്. ഇനി മേലിൽ ഇവിടുന്ന് അനങ്ങിപ്പോകരുത്. ചാട്ടവാറുകൊണ്ട് അച്ഛൻ അവളെ പൊതിരത്തല്ലും. അമ്മ ഒന്നും മിണ്ടുന്നില്ല. കുഞ്ഞിനാകെ കൂട്ടുള്ളത്, ആശ്വാസവാക്ക് പറയുന്നത്, അവളെ സ്നേഹിക്കുന്നത്, പരിചരിക്കുന്നത് ആ വീട്ടിലെ ഒരു വേലക്കാരി അമ്മച്ചിയാണ്. അവര് കൊച്ചിന് മരുന്ന് വെച്ചു കൊടുക്കും, ഭക്ഷണം കൊടുക്കും, കരയുമ്പോൾ സമാധാനിപ്പിക്കാൻ സ്നേഹവാക്കുകൾ പറയും. അവൾക്ക് ഇഷ്ടമുള്ള കളികളൊക്കെ അവളെ കൂടെ ഇരുന്ന് കളിക്കും. ഇപ്പം മോൾക്ക് പിയാനോ പഠിപ്പിച്ചരാന്ന് പറഞ്ഞിട്ട് ആ അമ്മച്ചി കൊണ്ടുപോയി മോൾക്ക് പിയാനോ കളിക്കാൻ കൊടുക്കുന്നു. അവൾ അതിലെ ഓരോ കീസും അമർത്തി ശബ്ദം ഉണ്ടാക്കി കളിക്കുന്നുണ്ട്. നാളെ പെണ്ണിന്റെ 8ാമത്തെ പിറന്നാളാണ്. മോൾക്ക് വേണ്ടി അമ്മച്ചി ഒരു പാവ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് അമ്മച്ചി ഉണ്ടാക്കിയ പാവ മോൾക്ക് അവര് സമ്മാനമായിട്ട് കൊടുക്കും. മോൾ കരഞ്ഞുകൊണ്ട് അമ്മച്ചിയെ കെട്ടിപ്പിടിക്കുന്നു. ഈ വീട്ടിൽ എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ മാത്രമേ എന്നെ സ്നേഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് കരയും. അന്ന് രാത്രി പെൺകൊച്ചി പാവേനെയും നെഞ്ചോട് ചേർത്ത് കിടക്കുമ്പോൾ കബേർഡ് മെല്ലെ തുറക്കുന്നുണ്ട്. അമ്മൂ, അതിൻ്റെ അകത്ത് തലയൊടിഞ്ഞ് അരമുട്ടയടിച്ച വിളറിയൊരു രൂപം. ഇവൾ അതേപോലത്തെ വസ്ത്രമാണ് ആ പെൺകുട്ടിയും ധരിച്ചിരിക്കുന്നത്. ഈ പെണ്ണിനെ കണ്ടിട്ട് നമ്മുടെ കുമാല ചോദിക്കും നീ ആരാണെന്ന്. അപ്പൊ ആ സാത്താൻകുട്ടി പറയും ഞാൻ സുമാലയാണെന്ന്. സുമാല, ഞാൻ നിന്റെ സഹോദരിയാണ്, നിന്റെ കൂടെ പിറന്ന ഇരട്ട സഹോദരി. എന്നാൽ നിന്റെ അച്ഛനും അമ്മയും എന്നെ കൊന്നുകളഞ്ഞു. എനിക്ക് വൃത്തികെട്ട രൂപമായതുകൊണ്ട് നിന്റെ അച്ഛൻ എന്നെ കൊന്നുകളഞ്ഞു. എനിക്കത് അംഗീകരിക്കാൻ പറ്റില്ല, എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്നാൽ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നീ എൻ്റെ സഹോദരിയല്ലേ, എനിക്ക് എൻ്റെ സഹോദരിയെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്കെന്നും കൂട്ടുകാരിയായിട്ട് ഞാനുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ സൈത്താൻ കുഞ്ഞ് കുമാലയെ കെട്ടിപ്പിടിക്കും. കുമാലയ്ക്ക് സന്തോഷമായി, കൂട്ടിനൊരു കൂട്ടുകാരിയെ കിട്ടിയല്ലോ. പിറ്റേന്ന് വൈകിട്ട് പ്രമാണിത്തന്ത കാര്യമായി എന്തോ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുമാല പിയാനോ വായിച്ച് കളിക്കുകയാണ്. രാത്രിയായി സമയം. ഈ ടോങ് ടോ എന്നുള്ള ശബ്ദം അയാൾക്ക് പിടിക്കുന്നില്ല. അയാളെ ഇറിറ്റേറ്റ് ചെയ്യുന്നു. ഉടനെ ദേഷ്യപ്പെട്ട് ഇറങ്ങി വന്ന അപ്പൻ കൊച്ചു കുഞ്ഞിനെ ഒന്നും നോക്കില്ല, ഒറ്റ അടി കൊടുക്കും മുഖത്ത്. എന്നിട്ട് അർദ്ധരാത്രിയാണോടി നിന്റെ പിയാനോ വായന, പോയി കിടന്ന് ഉറങ്ങടിയെന്നും പറഞ്ഞ് അവിടുന്ന് മാറിപ്പോവാ. ഇതിന് അമ്മയും ചോദ്യം ചെയ്യുന്നില്ല. അമ്മ കൊച്ചിനെ വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടുന്ന് മാറിപ്പോ. പാവം കുഞ്ഞിന് സപ്പോർട്ടായിട്ട് ആരുമില്ല. വേലക്കാരി ജാനു അമ്മ മാത്രമാണ് സപ്പോർട്ടായിട്ടുള്ളൂ. അവർ കുഞ്ഞിനെ സമാധാനിപ്പിക്കും. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോൾ കുഞ്ഞ് അപ്പൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്നു. ആ സമയത്ത് അവൾക്ക് അത്രയും നേരം ഉണ്ടായിരുന്ന കൈകാലിന്റെ വൈകല്യങ്ങൾ മാറി അവൾ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് പെട്ടെന്ന് ചാടി ഒരു പേനയെടുത്ത് അച്ഛൻ്റെ കയ്യിലേക്ക് കുത്തിയിറക്കും.
വലിയ മുറിവുണ്ടാക്കുന്നു. അപ്പോഴേക്കും ജോലിക്കാരും അമ്മയും ഓടിക്കൂടി പെണ്ണിനെ പിടിച്ചു മാറ്റുന്നുണ്ട്. പിറ്റേ ദിവസം കുമാല ചെയ്ത പ്രവർത്തനത്തിന് അച്ഛൻ അവളെ കുരിശിൽ കെട്ടിവെച്ച് പാടത്ത് തറയ്ക്കും, വെയിലത്ത് പാടത്ത് തറയ്ക്കും. വീണ്ടും ഇതുപോലെ എന്തെങ്കിലും ആവർത്തിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും നിന്നെ ഞാൻ വെയിലത്ത് കെട്ടിയിടുമെന്ന് പറഞ്ഞ് അപ്പൻ അവിടുന്ന് മാറിപ്പോവാ. ഇവൾ അമ്മയെ വിളിച്ച് കരയുന്നുണ്ട്. എന്നാൽ അമ്മയാണെങ്കിൽ നീ അച്ഛനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് മോളെ രക്ഷപ്പെടുത്താതെ അവിടുന്ന് മാറിപ്പോകും. ഇവൾക്ക് അച്ഛനോടും അമ്മയോടും വീണ്ടും വീണ്ടും വെറുപ്പായി. വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ നേരം തീൻമേശയിൽ ഇവൾ മൂത്രമൊഴിച്ചു വയ്ക്കും. എന്നിട്ട് ഇവര് കാണെ ഒരു പ്രാന്തിയെ പോലെ പെരുമാറുന്നു. ജോലിക്കാരൻ പിടിച്ചു മാറ്റാൻ നേരം അയാളെ വലിച്ചിട്ട് തല മാന്തി പറിച്ച് അവൾ ഓടിപ്പോവും. ഈ സമയത്ത് അമ്മ മോളുടെ കൂടെ മറ്റൊരു രൂപം കൂടെ കാണുന്നുണ്ട്. അവരത് കണ്ട് പേടിക്കും. എന്നാൽ അച്ഛനോട് ഈ കാര്യം പറയുന്നില്ല. ഈ ഓടിപ്പോയ പെണ്ണിനെ അന്വേഷിച്ച് അമ്മയും ജോലിക്കാരും തപ്പി നടക്കവേ അവൾ ആട്ടിൻകൂട്ടി ചെന്ന് ആട്ടിൻകുട്ടിയെ കടിച്ചു തിന്നുകൊണ്ടിരിക്കുക. ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. പിറ്റേന്ന് പെണ്ണ് നോർമലാകുമ്പോൾ നമ്മുടെ വേലക്കാരി അമ്മച്ചി, മോളെ നീ എന്തിനാ ഇന്നലെ ഒരു പ്രാന്തിയെ പോലെ പെരുമാറിയത്, നിനക്ക് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. അപ്പോഴാണ് മോള് പറയാ, ഇന്നലെ ഞാനല്ല പെരുമാറിയത്, എന്റെ കൂടെ ഉണ്ടായിരുന്ന സുമാലയാണെന്ന്. സുമാല ആരാണെന്ന് നമ്മുടെ വേലക്കാരി അമ്മയ്ക്ക് അറിയില്ല. എന്നാൽ ഇത് ഒളിച്ചിരുന്ന് കേട്ട പ്രമാണി അമ്മയ്ക്കറിയാം സുമാല ആരാണെന്ന്. അവരാ പേര് കേട്ട് ഞെട്ടിവിറയ്ക്കും. ഉടനെ തന്നെ ആരെയും കാണാതെ അവരാ ടൊക്കിന അമ്മായിയെ കാണാൻ ചെല്ലുകയാണ്. പ്രമാണി അക്ക ഒളിച്ചും പാത്തും പോകുന്ന കണ്ടിട്ട് വേലക്കാരി അമ്മ തന്റെ മോനോട് കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞിട്ട് അവിടുന്ന് പ്രമാണി അക്കയുടെ പുറകെ ചെല്ലുകയാണ്. അവർ നേരെ അടുത്ത ഗ്രാമത്തിലേക്ക് ചെല്ലുന്നു. ടുക്കിന അമ്മച്ചിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി കടവ് കടന്നു പോകാൻ കടത്തുകാരനോട് പ്രമാണി അക്ക തന്നെ കൊണ്ടുപോയി വിടാൻ പറയും. എനിക്ക് ടുക്കിന അമ്മായിയെ കാണണം. അത് കേട്ട് കടത്തുകാരൻ പറയാണ്, ടുക്കിന അമ്മായി മരിച്ചിട്ട് 2 മാസം കഴിഞ്ഞു. അവിടെ ഇപ്പൊ ആരുമില്ല. പ്രമാണി അമ്മ പേടിച്ചു വിറയ്ക്കും. അപ്പോഴാണ് ജോലിക്കാരി അമ്മച്ചി വരുന്നത്. എന്താ പറ്റിയ മേടെന്ന് ചോദിക്കുമ്പോൾ പ്രമാണി അക്ക, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു പോയി, ഞാൻ സാത്താനുമായി ഉടമ്പടിയിൽ ഏർപ്പെട്ടു എന്ന് പറയും. അവിടുന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്താൽ വീണ്ടും 2 വർഷം കഴിഞ്ഞു. ഇപ്പോ നമ്മുടെ കൊച്ചിന് 10 വയസ്സാകാൻ പോവുക. അവളെ എല്ലാ ദിവസവും പത്തായപ്പുരയിൽ പൂട്ടിയിടുന്നുണ്ട്. എന്നിട്ട് കാലുകൾ കെട്ടിവെക്കുന്നുണ്ട്. അവളെ ഇങ്ങനെ പൂട്ടി വെക്കരുതേ എന്ന് വേലക്കാരി കരഞ്ഞപേക്ഷിക്കുമെങ്കിലും അവൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്, മറ്റുള്ള ആൾക്കാരെ അവൾ കൊന്നുകളയും, അവളെ പൂട്ടിവെക്കുന്നതാണ് ശരിയെന്ന് അച്ഛൻ പറയും. പ്രമാണൻ പകല് പെണ്ണിനെ വീട്ടിലിരുത്തുമെങ്കിലും രാത്രി അവളെ പത്തായപ്പുരയിൽ പൂട്ടിവെക്കും. അവളെ സമാധാനിപ്പിക്കാനും സ്നേഹിക്കാനും ഈ വേലക്കാരി അമ്മ മാത്രമേ ഉള്ളൂ. അവരാണ് പെണ്ണിന് ധൈര്യം പകരുക. ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ദിവസം കുമാല തന്റെ മുറിയിൽ കളിച്ചുകൊണ്ടിരിക്കവേ കുറച്ച് കുട്ടികൾ വന്നിട്ട്, കുമാല ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരുമെന്ന് പറഞ്ഞ് അവളെ പന്ത് കാണിച്ച് താഴേക്ക് വിളിക്കും, വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിളിക്കും. അതാ തെരുവിലെ വികൃതി പിള്ളേരാ. കുമാല കളിക്കാൻ ചെല്ലുമ്പോൾ ഇവരവളെ ഞൊണ്ടിപ്പിള്ളേന്ന് വിളിച്ച് കളിയാക്കി ചെളി വാരി മുഖത്ത് പൂശും. എന്നിട്ട് ഒരുപാട് തല്ലുന്നുമുണ്ട്. അപ്പോഴാണ് വേലക്കാരി അമ്മ ഓടി വന്നിട്ട് ഈ കുട്ടികളെ അടിച്ചോടിക്കുക. പിള്ളേർ ഓടാൻ നേരം അവരെ കയ്യിലെ പന്തുകൊണ്ട് വീണ്ടും നമ്മുടെ കൊച്ചിനെ ഉപദ്രവിക്കുകയാണ്. പാവം കുഞ്ഞ്. എന്നാൽ അന്ന് രാത്രി പത്തായപ്പുരയിൽ അവളെ കെട്ടിവെച്ച കയറുകൾ പൊട്ടിക്കിടപ്പുണ്ട്. പെണ്ണെങ്ങനെയോ പത്തായപ്പുരയിൽ നിന്നും രക്ഷപ്പെട്ടു. പുറത്തു വന്ന് അച്ഛന്റെ ശേഖരണത്തിലുള്ള ഒരു കൈ കൊളത്ത് കത്തിയെടുത്തിട്ട് ഇവൾ ആ പയ്യന്മാരെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. അതിൽ ആദ്യത്തെ പയ്യൻ, ഒരു മുടിയൻ പയ്യനെ, സുപ്രീ എന്റെ കൂടെ പന്ത് കളിക്കാൻ വായോ എന്ന രീതിയിൽ പൊന്തക്കാടിനകത്ത് ഒളിച്ചിരുന്ന് ഇവള് വിളിക്കും. ഈ നേരത്ത് ആരാടി എന്നെ കളിക്കാൻ വിളിക്കുന്നു, ആളെ പേടിപ്പിക്കാൻ നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെറുക്കൻ കുറച്ച് വെള്ളം എടുത്ത് പൊന്തക്കാട്ടിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പൊ കാട്ടീന്ന് മാറി വന്ന കുഞ്ഞ് നമുക്കെന്ന കത്തി കളിച്ചാലോ എന്ന് പറഞ്ഞ് കത്തി ഇവന് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ചെറുക്കൻ പേടിച്ചോടാൻ നിൽക്കവേ ഇവള് പുറകെ ഓടിച്ചെന്ന കത്തി കൊണ്ട് അവന്റെ പുറം വലിച്ചു കീറി അവന്റെ കഴുത്തു അറുത്ത് അവനെ കിണറ്റിലേക്ക് തള്ളിയിടുന്നു. അത് കഴിഞ്ഞ് അടുത്ത 2 പിള്ളേര് അവർ ഇരുട്ടത്ത് പന്തവും കത്തിച്ച് വീട്ടിലേക്ക് പോണ വഴി മരത്തിന്റെ മണ്ടയിൽ ഒളിച്ചിരുന്ന പെണ്ണ് വലിയ ഉരുളം കല്ലുകൊണ്ട് ഗുണ്ടുപയ്യനെ തലക്കടിച്ച് കൊന്നുകളയും. അടുത്ത ചെറുക്കനെ നെഞ്ചി കത്തി കുത്തി ഇറക്കി കൊന്നുകളയാണ്. ഈ 3 പിള്ളേരെയും പിന്നീട് കാണാതാകുന്നു. അവരന്വേഷിച്ച് ഗ്രാമവാസികൾ നാടും കാടും പറമ്പെല്ലാം തെരഞ്ഞു നടക്കായിരിക്കും. പിറ്റേ ദിവസവും കഴിഞ്ഞുപോയി. അന്ന് രാത്രി കുട്ടികളെല്ലാം വീട്ടിലാക്കി ആണുങ്ങൾ വീണ്ടും ഈ പിള്ളേരെ അന്വേഷിക്കാൻ ഇറങ്ങും. അപ്പൊ ഈ ബാക്കിയുള്ള കുട്ടികളെല്ലാം സെറ്റായിട്ട് ഒരു വീട്ടിലിരിക്കുക. കൂടെ മാതാപിതാക്കളില്ല. തന്റെ കൂട്ടുകാരെവിടെ പോയതാ, പറ്റിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ വല്ല പുലിയും പിടിച്ചോണ്ട് പോയോ, എന്താ അവർക്ക് സംഭവിച്ചെന്നറിയാതെ പിള്ളേര് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് കതക് തുറന്ന് നമ്മുടെ കുമാല അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നത്. എന്റെ കൂടെ കളിക്കാൻ വരുന്നോടാ പിള്ളേരെ എന്ന് ചോദിച്ചിട്ട് അവൾ ഇവരെ മുന്നിലേക്ക് പന്ത് വെച്ചു കൊടുക്കും. എന്നിട്ട് വീട്ടിൽ നിന്ന് പറമ്പിലേക്ക് ഇറങ്ങി പോകുന്നു. അപ്പൊ കൂട്ടത്തിലെ മുതിർന്ന ചെറുക്കൻ, നിനക്ക് എന്ത് ധൈര്യമുണ്ട് ഈ രാത്രി വന്ന് ഞങ്ങളെ കളിക്കാൻ വിളിക്കാൻ, എന്നിട്ട് എന്താടി മിണ്ടാതെ പോകണേന്ന് ചോദിച്ച് പുറകെ ചെല്ലുമ്പോൾ ഇവള് തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് ആദ്യ പയ്യനെ അറ്റാക്ക് ചെയ്യും. എന്നിട്ട് തടയാൻ വന്ന ഓരോരുത്തരെയായി പെൺകുട്ടി അരിഞ്ഞു വീഴ്ത്താണ്. എല്ലാ കുട്ടികളെയും കൊന്നുകളഞ്ഞു. പിറ്റേന്ന് നേരം പുലരുമ്പോൾ ഗ്രാമവാസികൾക്ക് 3 കുട്ടികളുടെ ജഡം കാട്ടിൽ നിന്നും കിട്ടുന്നുണ്ട്. ആ ജഡങ്ങൾക്കൊപ്പം തന്നെ ഒരു പാവക്കുട്ടിയും കിടക്കുന്ന കാണാം. അത് കുമാലയുടെ പാവക്കുട്ടിയാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. ഈ നേരത്ത് നമ്മുടെ വേലക്കാരി അമ്മയ്ക്ക് കിണറ്റിന്ന് വെള്ളം കോരവേ വെള്ളത്തിൽ മൊത്തം രക്തം കിടക്കുന്ന കാണാം. അവര് കിണർ പരിശോധിക്കാൻ പറയും. അതിനകത്തു നിന്നും
ഒരു പയ്യന്റെ ജഡം കിട്ടും. അപ്പോഴാണ് പറമ്പിൽ നിന്ന് ആൾക്കാർ ഓടി വരുന്നത്. കൃഷിസ്ഥലത്ത് 4 കുട്ടികളെ കൊന്ന് അവരുടെ തല ഒരു കമ്പിൽ കോർത്തു വെച്ചിരിക്കുക. മൊത്തം അവളെ കളിയാക്കിയ എല്ലാ ആപിള്ളേരെയും ആ പെണ്ണ് കൊന്നുകളഞ്ഞു. ഈ സമയത്ത് നാട്ടുകാരെല്ലാം ഒത്തുകൂടി പാവക്കുട്ടി കുമാലയുടേതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവര് പ്രമാണിയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരിക. നിന്റെ പ്രാന്തി പെണ്ണാണ് ഞങ്ങളുടെ കുട്ടികളെ കൊന്നത്, അവൾ ഇതിന് പരിഹാരം പറയണം. അവളുടെ പാവ ഞങ്ങൾക്ക് കുട്ടികളുടെ ജഡത്തിനടുത്ത് നിന്ന് കിട്ടി, അതെങ്ങനെ അവിടെ വന്നു? അവൾ തന്നെയാണ് ഇതിനെല്ലാം കാരണം. നീ ഇനിയും അവളെ മറച്ചു വെക്കണ്ട. ഇത് കേൾക്കുമ്പോൾ പ്രമാണി പറയും, ഒരു പാവയെ സാക്ഷിയായി നിർത്തി നിങ്ങൾ എൻ്റെ കുട്ടിയെ പഴിചാരണ്ട. എൻ്റെ കുടുംബം കൊലയാളി കുടുംബമല്ല, അതൊരു കുഞ്ഞു കുട്ടിയാ. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കുക. ഞാൻ എന്തായാലും ഗ്രാമത്തലവനെ ഈ വിവരം അറിയിച്ച് യഥാർത്ഥ പ്രതി ആരാണെന്ന് കണ്ടുപിടിച്ച് പറയാം. ഇപ്പം നിങ്ങളെല്ലാം വഴക്കുണ്ടാക്കാതെ പിരിഞ്ഞു പോണം. ശരിക്കുള്ള പ്രതി ആരാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ, അത് ഞാൻ തന്നെ കണ്ടുപിടിക്കാം. ഇതും പറഞ്ഞ് നാട്ടുകാരെ പറഞ്ഞു വിട്ടതിന് ശേഷം പ്രമാണി നേരെ തന്റെ ഭാര്യയുടെ അടുത്ത് വരും. രാത്രി മുഴുവൻ അവൾ പത്തായപ്പുരയിലായിരുന്നല്ലോ, എന്നിട്ടെങ്ങനെ ഇങ്ങനെ സംഭവിച്ചു? അവളാണോ ശരിക്കുള്ള കുറ്റവാളി? എനിക്ക് ആ പത്തായപ്പുര പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങേര് ചെന്ന് പത്തായപ്പുരയെ നോക്കുമ്പോൾ അതിനകത്ത് വലിയൊരു ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെണ്ണ് ഇവരെ പറ്റിച്ച് രാത്രി പുറത്തു പോയിട്ടുണ്ട്. കുമാലയാണത് ചെയ്തത്, സത്യം പറയടി എന്ന് അയാൾ ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യ പറയും, അത് കുമാലയാവാൻ സാധ്യതയില്ല, അത് സുമാലയാണെന്ന്. നിങ്ങൾ കൊന്ന സുമാലയാണെന്ന്. ഭർത്താവ് ഞെട്ടിപ്പോവുക. ഭാര്യ വീണ്ടും പറയും, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ സുമാല അവളുടെ കൂടെയുള്ളത്. ഇതിനെല്ലാം കാരണം നിങ്ങൾ തന്നെയാ. നമ്മൾ ആ കൊച്ചിനെ വളർത്തണമായിരുന്നു, കൊല്ലുകയല്ല വേണ്ടിയിരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണം നിങ്ങൾ തന്നെയാ. ഇനി എന്തൊക്കെയാണോ ഭവിഷ്യത്ത് വരാൻ പോകുന്നത്? ഇതും പറഞ്ഞ് കരഞ്ഞ് അമ്മ മാറിയിരിക്കും. അത് കഴിയുമ്പോൾ അച്ഛൻ കുമാലയുടെ അടുത്ത് ചെന്നിട്ട്, മോളെ, അച്ഛൻ സ്നേഹത്തോടെ ചോദിക്കുകയാണ്, നീ സത്യം പറയണം. അച്ഛൻ ദേഷ്യപ്പെടില്ല. ആ കുട്ടികളെ കൊന്നത് സുമാലയാണോ? സുമാല നിന്റെ കൂടെ ഉണ്ടോ? ഇത് കേൾക്കുമ്പോൾ കുഞ്ഞ് സത്യം പറയും. അച്ഛൻ ദേഷ്യപ്പെടില്ല എന്ന് വിചാരിച്ചിട്ട്, അതെ സുമാലയാണ് അച്ഛാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ, പക്ഷെ അവൾ കേട്ടില്ല. എന്നെ ഉപദ്രവിക്കുന്ന എല്ലാവരോടും അവൾക്ക് പ്രതികാരം ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്, അവൾ കേട്ടില്ല. ഈ സംഭവം കേട്ട് ഞെട്ടിയ പ്രമാണി ഡാഡി നേരെ ജോലിക്കാരൻ്റെ അടുത്ത് ചെന്നിട്ട്, മോളെ കയറുകൊണ്ട് കെട്ടിയാ പോരാ, മരത്തിലടിച്ച് തളക്കി. അവളിനി എങ്ങോട്ടും അനങ്ങാൻ പാടില്ല. ഞാൻ എത്രയും പെട്ടെന്ന് കുസാനോ മന്ത്രവാദിയെ കാണാൻ ചെല്ല. അങ്ങേരെന്തെങ്കിലും വഴി പറയുന്നു പറഞ്ഞിട്ട് ഇയാൾ ഭാര്യയെ സമാധാനിപ്പിച്ച് കുസാനോ മന്ത്രവാദിയെ കാണാൻ ചെല്ലും. ഈ നേരത്ത് ജോലിക്കാരൻ കുമാലയെ പത്തായപ്പുരയിൽ മരത്തിന്റെ ഷാക്കിൾ വെച്ച് അടിച്ച് കാലുകൾ തറക്കിയാണ് അവൾ അനങ്ങാതിരിക്കാൻ. വേലക്കാരി അമ്മ ഓടി വന്നിട്ട് അവൾക്ക് ഭക്ഷണം കൊടുക്കും. എന്നോട് ക്ഷമിക്കും മോളെ, എനിക്കിത് തടയാൻ കഴിയില്ല. മോൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്ത് വേണേലും ചെയ്തു തരാമെന്ന് വേലക്കാരി അമ്മ പറയുമ്പോൾ കുമാല, അമ്മേ, നാളെ എൻ്റെ 10ാമത്തെ പിറന്നാളാ. എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി ആവുമ്പോഴേക്കും നിങ്ങൾ ഈ നാട് വിടണം. നാളെ എനിക്ക് വലിയ മാറ്റം സംഭവിക്കും. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ഈ നാട് വിടണം. എനിക്ക് ഈ ഭൂമിയിൽ ആകെ ഇഷ്ടമുള്ളത് നിങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല. എനിക്ക് ഉറപ്പ് തരൂ. ആ അമ്മച്ചി ഉറപ്പ് കൊടുക്കും. ഞാൻ ഇപ്പം തന്നെ എൻ്റെ മോനെയും വിളിച്ച് ഈ നാട് വിട്ടു പോകാം. മോൾക്ക് ഇഷ്ടമുള്ളത് മാത്രമേ ചെയ്യൂ. അമ്മച്ചിക്ക് മോൾ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അമ്മച്ചി കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞ് തൻ്റെ മോനെയും വിളിച്ച് വേലക്കാരി അമ്മ ആ നാട് തന്നെ വിട്ടു പോവുകയാണ്. ഈ നേരത്ത് പ്രമാണി കാണാൻ പോയ മന്ത്രവാദി വെള്ളത്തിൽ മഷിയിട്ട് നോക്കി മനസ്സിലാക്കും പ്രമാണിയുടെ ഭാര്യ സാത്താനുമായിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. 2 കുട്ടികൾ ജനിച്ചു. അതിനെ നിങ്ങൾ വളർത്തണമായിരുന്നു, പക്ഷെ ഒന്നിനെ കൊന്നുകളഞ്ഞു. അപ്പൊ തന്നെ ഉടമ്പടി ബ്രേക്കായി. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് കുമാലയുടെ ശരീരത്തു നിന്നും സുമാലയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കത്തി കൊടുക്കും. മന്ത്രമോദിയ ഒരു കത്തി. കുമാലയെ എങ്ങനെയെങ്കിലും ഈ മന്ത്രവാദ പുരയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ നിനക്കൊരു പക്ഷേ നിന്റെ മോളെ രക്ഷപ്പെടുത്താം. അതല്ലെങ്കിൽ നിനക്കങ്ങനെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഈ കത്തി കൊണ്ട് തറയ്ക്കണം. എന്നാൽ മാത്രമേ ആ സാത്താനിൽ നിന്ന് നിനക്ക് രക്ഷയുള്ളൂ. അതിൽ കുമാലയും മരണപ്പെടും, നിന്റെ മകളും മരണപ്പെടും. എന്നാൽ അത് മാത്രമേ നിനക്ക് ഒരു മാർഗമായിട്ടുള്ളൂ. ചെല്ല്, നിന്റെ മകളെ കെട്ടി വലിച്ചുകൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കുമെന്ന് പറഞ്ഞ് മന്ത്രവാദി പറഞ്ഞോടും. ഈ നേരത്ത് കുമാലനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ആ ജോലിക്കാരനല്ലേ, അയാളെ കുമാല ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേദനിക്കുന്നേ, പുറത്തുവായോ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കുമാല പുറത്തേക്ക് വിളിക്കും. ഇയാളെ പുറത്തു വരവേ ഇവള് കയ്യിൽ കരുതിയിരുന്ന കയറുകൊണ്ട് അയാളെ കഴുത്ത് മുറുക്കി കൊല്ലാൻ ശ്രമിക്കും. എന്നാൽ എങ്ങനെയൊക്കെയോ അവളെ തള്ളി മാറ്റി ഇയാള് വീടിനകത്തോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പെൺകുട്ടി വിടില്ല. പുറകെ ചെന്ന് വലിയൊരു കത്തിയെടുത്ത് കറക്റ്റ് നെഞ്ചത്തോട്ട് എറിഞ്ഞ് അയാളെ വീഴ്ത്താണ്. എന്നിട്ട് ഞാൻ സ്നേഹത്തോടെ കഴുത്ത് മുറിക്കാം, അപ്പൊ വേദനിക്കില്ല എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ കഴുത്ത് മുറിച്ച് കൊന്നോളെ. അത് കഴിയുമ്പോൾ പിയാനോ ശബ്ദം കേട്ട് പ്രമാണി അമ്മ എഴുന്നേക്കുന്നുണ്ട്. പോയി നോക്കുമ്പോൾ രക്തത്തിൽ വാർന്ന തന്റെ കുഞ്ഞ് കയ്യിൽ കത്തിയുമേന്തി പിയാനോ വായിച്ചുകൊണ്ടിരിക്കുക. അമ്മച്ചി പേടിച്ചോടും, എന്നെ ഉപദ്രവിക്കില്ലേ എന്ന് പറഞ്ഞു. എന്നാൽ കുമാല വിടാതെ പുറകെ ചെന്ന് അമ്മച്ചിയുടെ കാലി കുത്തി കാല് നടുക്കനെ കീറി അവർക്ക് നടക്കാൻ പറ്റാതാക്കും.
നീ നിന്റെ മോളെ സ്നേഹിച്ചിരുന്നെങ്കിൽ, നേരെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു. ഒരു കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തു, ഒരു കുഞ്ഞിനെ ഒരു തരി പോലും നീ സ്നേഹിച്ചില്ല. ഇത് കേൾക്കുമ്പോൾ അമ്മ പറയും, ഞാൻ എൻ്റെ മോളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് നടന്ന ക്രൂരതകൾ ശ്രദ്ധിക്കാതിരുന്നത്. അതൊരു തെറ്റാണ്, പക്ഷെ അവൾക്ക് വേണ്ടിയാണ് അത് ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ കുമാല പറയും, നീ അവൾക്ക് വേണ്ടിയല്ല അത് ചെയ്തത്, നിനക്ക് വേണ്ടിയാ, നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. നീ ഒഴിവാക്കപ്പെടുമോ എന്നുള്ള ഭയത്തിന്റെ പേരിലാണ് നീ കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരുന്നത്. അത് കേൾക്കുമ്പോൾ അമ്മ കരഞ്ഞിട്ട്, അതെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കോ. എനിക്ക് 2 വാക്ക് മരിക്കുന്നതിന് മുന്നേ എൻ്റെ കുമാലയോട് സംസാരിക്കണം, അവളെ തിരിച്ചു കൊണ്ടുപോകാന്ന് പറയും. അപ്പൊ കുമാലയുടെ ശരീരത്തുണ്ടായിരുന്ന സുമാല പ്രേതം പോയിട്ട് കുമാല തിരിച്ചു വരുന്നു. അമ്മ കുമാലയോട് ക്ഷമ ചോദിക്കുകയാണ്, മോളെ, അമ്മയ്ക്ക് വലിയ തെറ്റുപറ്റി, ഒരു നല്ല അമ്മയാവാൻ എനിക്ക് കഴിഞ്ഞില്ല, എന്നോട് പൊറുക്ക്. കുമാല കരഞ്ഞോണ്ട്, ഞാൻ അമ്മയോട് പൊറുത്തു, എനിക്കൊരിക്കലും അമ്മയോട് ദേഷ്യപ്പെടാൻ കഴിയില്ല, അമ്മ എപ്പോഴും എൻ്റെ അമ്മയാണ്. ഇതവള് പറഞ്ഞു തീരും മുന്നേ സുമാല ബോഡിയിൽ വീണ്ടും തിരിച്ചു വരും. എന്നിട്ട് അവള് പറയും, ഞാൻ എൻ്റെ അമ്മയോട് പൊറുക്കില്ല, അവൾ എന്നെ കൊന്നു കളഞ്ഞതാണ്, അവൾക്ക് മാപ്പില്ല എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് വയറ്റിൽ കുത്തിയിറക്കാണ്. അതോടെ പ്രമാണി അമ്മച്ചി മരണപ്പെട്ടു. പ്രമാണൻ ഓടി വന്ന് നോക്കുമ്പോൾ ഭാര്യയും ജോലിക്കാരനും എല്ലാവരെയും കൊന്നിട്ടിരിക്കുക. കുമാല, സുമാല 2 പേരും കൂടെ അപ്പന്റെ അടുത്തേക്ക് വരും. അപ്പോഴാണ് അപ്പൻ തന്റെ കയ്യിലുള്ള കത്തി പുറത്തേക്ക് എടുക്കുന്നു. ഈ കത്തി തന്നെ അപായപ്പെടുത്താനുള്ളതാണെന്ന് പ്രേതത്തിന് മനസ്സിലായി. പ്രേതം ഉടനെ കുമാലയുടെ ശരീരത്ത് പ്രവേശിക്കുകയാണ്. അപ്പൻ ജീവനം കൊണ്ട് ഓടാൻ നോക്കും. ആ കത്തി കൊണ്ട് കുത്തല് നടക്കില്ല. പ്രേതം കത്തി തട്ടിത്തെറിപ്പിച്ചു. ഇയാൾ തെറിച്ചു വീണ് എങ്ങനെയൊക്കെയോ തന്റെ വീട് വിട്ട് ഗ്രാമത്തിനകത്ത് കടന്നു. ഗ്രാമവാസികളെല്ലാം നിലവിളിച്ച് എഴുന്നേപ്പിച്ചിട്ട്, എന്റെ ഭാര്യയും ജോലിക്കാരും എല്ലാവരും മരണപ്പെട്ടു, എന്റെ മോളെ കണ്ടുപിടിക്കണം, അവള് കാട്ടിലേക്ക് ഓടിപ്പോയി, അവളെ കണ്ടുപിടിച്ചാലേ ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്ന് പറയും. അപ്പൊ നാട്ടുകാര്, നിന്റെ മകളാണല്ലേ ഇതിനെല്ലാം കാരണം, അന്നേ ഞങ്ങൾ പറഞ്ഞതാ അവളൊരു കൊലയാളിയാണെന്ന്, അവളൊരു ഭ്രാന്തിയാണെന്ന്, നീ കേട്ടില്ല, അവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം പുറപ്പെടുന്നു. അപ്പോഴേ അച്ഛൻ പറയുന്നുണ്ട്, ചെയ്തത് കുമാലയല്ല, നിങ്ങൾ മനസ്സിലാക്കൂ, കുമാലയെ ഉപദ്രവിക്കരുത്, അവളെ കണ്ടുപിടിക്കണം എന്നായിരിക്കും അയാൾ പറയുക. നാട്ടുകാരെല്ലാം പെൺകുട്ടിയെ തേടി നാട്ടിലും കാട്ടിലും പറമ്പിലും നടക്കുന്നു. ഈ സമയത്ത് പ്രേതത്തെ കുത്താനുള്ള ആ പ്രത്യേക കത്തിയുമെടുത്ത് അച്ഛനും ഇറങ്ങും പറമ്പിലെല്ലാം അന്വേഷിച്ച്. അപ്പോഴാണ് പുറകിന്ന് കുമാല അപ്പൻ അറ്റാക്ക് ചെയ്യുന്നു. ഇയാളെ കുട്ടിപ്രേതം കുത്തി കൊല്ലാൻ നോക്കുന്നുണ്ട്. പക്ഷേ കൈകൾക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് ഇയാൾ ആ പ്രേതം കൂടിയ തന്റെ മകളെ ശരീരത്തെ കീഴ്പ്പെടുത്തും. തലയിലടിച്ച് ബോധം കെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് നെഞ്ചിൽ കുത്തിയാൽ ഈ പ്രേതം മരണപ്പെടും. എന്നാൽ അതോടൊപ്പം തന്റെ മോളും മരണപ്പെടും. മോളെ കൊല്ലാൻ കഴിയാത്തോണ്ട് അച്ഛൻ മോളെ ഒരു ചാക്കി പൊതിഞ്ഞ് എടുത്തോണ്ട് പോകാൻ നിൽക്കുക. അപ്പോഴായിരിക്കും ചാക്കിനകത്ത് നിന്ന് സുമാല സംസാരിക്കുന്നു. നിന്റെ മകൾ ഒരു വികലാംഗയായത് നിനക്ക് നാണക്കേടായിരുന്നല്ലേ, നീ അവളെ സ്നേഹിച്ചില്ല, സ്നേഹിക്കാൻ നിനക്ക് കഴിഞ്ഞില്ല, കാരണം നീയൊരു വികലാംഗനായി ജനിച്ചിരുന്നു. അതുകൊണ്ട് നിന്റെ അച്ഛനും അമ്മയും നിന്നെ സ്നേഹിച്ചിരുന്നില്ല. സ്നേഹത്തിനു വേണ്ടി നീ ദാഹിക്കുകയായിരുന്നു, ആ സ്നേഹം നിനക്ക് കിട്ടിയില്ല. അതേപോലെ നിന്റെ മകളും ദാഹിച്ചിരുന്നു. നിനക്ക് കിട്ടാത്ത സ്നേഹം നീ എന്തുകൊണ്ട് കൊടുത്തില്ല? അത് കൊടുക്കണമായിരുന്നു. അത് കൊടുത്തിരുന്നെങ്കിലേ നീ പൂർണ്ണതയുള്ള മനുഷ്യനാവുകയുള്ളൂ. നീ അത് ചെയ്തില്ല. നീ ഭീരുവാണ്, സ്നേഹിക്കാൻ അറിയാത്ത ഭീരു, കുഞ്ഞു കൊച്ചിനെ പീഡിപ്പിച്ച ദുരഭിമാനിയായ ഭീരു. ഇതെല്ലാം കേട്ട് അച്ഛൻ സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങും. ഈ സമയത്ത് ചാക്കിനകത്തുണ്ടായിരുന്ന പ്രേതം ചാക്കിനകത്ത് നിന്ന് രക്ഷപ്പെടുകയാണ്. എന്നിട്ട് അവളൊരു തിരിച്ചു വരവുണ്ട്. എന്റെ പൊന്നെ, കുട്ടിപ്പിശാച്ച് അച്ഛനെ വലിച്ചിട്ട് അയാൾ കൊണ്ടുവന്ന അതേ കത്തി ഉപയോഗിച്ച് അയാളെ കൊല്ലാൻ ശ്രമിക്കും. എന്നാൽ ഇപ്രാവശ്യവും അപ്പൻ കൊച്ചിനെ കീഴ്പ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് എങ്ങനെയൊക്കെയോ ആ കത്തി തട്ടിപ്പറിച്ച് രണ്ടും കൽപ്പിച്ച് തന്റെ കുഞ്ഞ് മരണപ്പെട്ടാലും കുഴപ്പമില്ല, ആ പ്രേതത്തിനെ കൊല്ലണമെന്ന് പറഞ്ഞ് മോളുടെ ഹൃദയമുള്ള ഭാഗത്തേക്ക് ആ കത്തി കുത്തിയിറക്കാണ്. എന്നിട്ട് ഇയാൾ കരഞ്ഞു മാറിയിരിക്കുമ്പോൾ, ലാലേട്ടൻ കുത്തിയിറക്കിയിട്ട് കരഞ്ഞു മാറിയിരുന്നത് പോലെ മാറിയിരുന്ന് കരയുമ്പോൾ ഈ പ്രേതം വീണ്ടും ജീവിച്ചു വരും. കുട്ടി സൈത്താൻ ചാടി എഴുന്നേറ്റിട്ട് പറയാണ്, ഞാൻ കുമാലയുടെ ശരീരത്ത് പ്രവേശിച്ചപ്പോൾ തന്നെ എന്റെ ഹൃദയം ഇടതു നിന്നും മാറി വലതുവശത്തേക്ക് എത്തി. നീ അതറിഞ്ഞില്ല. ഞങ്ങൾ ഇരട്ടകളാണെന്ന് നീ അറിഞ്ഞില്ല. ഞാൻ ഒരിക്കലും ചാവിലടാ തന്തയെന്ന് പറഞ്ഞ് അവൾ ആ കത്തിയെടുത്ത് അച്ഛന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കും. അങ്ങനെ അച്ഛനെ കൊന്നുകളഞ്ഞു. പിറ്റേന്ന് നാട്ടുകാരെല്ലാം പറമ്പിലേക്ക് വന്ന് നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞിനെ എങ്ങനെയാണോ കുരിശിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ അവൾ അവളുടെ അച്ഛനെ കൊന്നു കുരിശിൽ കെട്ടിവെച്ചിരിക്കുക. അതിനുശേഷം കുമാലയെയോ കുമാലയുടെ ശരീരത്തെയോ ആ ഗ്രാമവാസികൾ കണ്ടിട്ടില്ല. നാട് വിട്ടുപോയ വേലക്കാരി അമ്മയും അമ്മയുടെ മോനും തിരിച്ചു വന്നു. ആ അമ്മയുടെ മോനാണ് ഇപ്പത്തെ ഈ ഒറ്റക്കണ്ണൻ സൊലൈത്രി. അദ്ദേഹമാണ് ഈ കഥ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സുമാല കുമാലയുടെ ശരീരത്ത് കയറി ഇപ്പോഴും രാത്രി കാലങ്ങളിൽ ഈ നാടിനെ വലം വെച്ച് വരുന്നുണ്ട്. അവളുടെ കോപത്തിന് ആളാവാതിരിക്കാൻ, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എല്ലാ ദിവസവും വഴിപാടും കാണിക്കുകയും അവൾക്ക് വേണ്ടി സമർപ്പിക്കണം. കുട്ടികളുള്ള എല്ലാവരും അത് ചെയ്യേണ്ടതാണെന്ന് സുമാത്രി പറയും. അങ്ങനെ അന്നു മുതൽ ആ നാട്ടിലെ ഗ്രാമവാസികളെല്ലാം കാടിനകത്ത് സുമാലയ്ക്ക് വേണ്ടി ഓഫറിങ്ങുകൾ കൊടുക്കാറുണ്ട്. ഇത് സെമറാങ് എന്ന ഇന്തോനേഷ്യയിലെ ഒരു ഗ്രാമത്തിൽ യഥാർത്ഥത്തിൽ സംഭവിച്ച കഥയാണ്. ഒരുപാട് കാലം സുമാല എന്ന പ്രേതം അവരെ ഗ്രാമത്തെ ചുറ്റി കാടിനകത്തുണ്ടായിരുന്നുവെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പിന്നെ കറണ്ടൊക്കെ വന്നപ്പോൾ അതിന് ഉറങ്ങാൻ പറ്റാതെ അത് ഉൾക്കാട്ടിലേക്ക് പോയിത്രേ. ഇന്നും 6 മണി കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന കുട്ടികളെ സുമാല പിടിക്കാൻ വരും. സുമാല. അതുകൊണ്ട് അടങ്ങി ഒതുങ്ങിയിരുന്നോണം വീടിനകത്ത്.
6 മണി കഴിഞ്ഞിട്ട് പന്ത് കളിക്കാൻ പറമ്പിൽ പോയാൽ സുമാല പിടിച്ച് തിന്നും. അതുകൊണ്ട് അനുസരണക്കേട് കാണിക്കരുത്. ഇപ്പം മാമൻ പോകുന്നുണ്ട്. ഇനി സുസുക്കു എന്ന് പറഞ്ഞൊരു കാട്ട് ശൈത്താനുമായിട്ട് വരാം. എന്നാൽ പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് നല്ല നല്ല അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ